മറുപടി പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഈശോ മറുപടി പറയാതിരുന്നത്? റോമൻ കോടതിയിൽ കുറ്റവാളി സ്വയം നീതീകരിച്ചാൽ, കുറ്റവാളി സ്വയം ഡിഫെൻഡ് ചെയ്താൽ, ന്യായാധിപന് അവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നിയാൽ മറ്റൊരു തെളിവും കൂടാതെ, മറ്റൊരു തെളിവിൻ്റെയും സ്വാധീനമില്ലാതെ കുറ്റവാളിയെ വെറുതെ വിടാമായിരുന്നു. പീലാത്തോസ് അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിനക്കൊന്നും പറയാനില്ലേ? നീ എന്താണ് നിന്നെ ഡിഫെൻഡ് ചെയ്യാത്തത്? എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. അത് ന്യായാധിപനെ വിസ്മയിപ്പിച്ചു. എന്തുകൊണ്ടാണ് യേശു മറുപടി പറയാത്തത്? യേശു ഈ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ യേശു ഇപ്പോൾ പീലാത്തോസിൻ്റെ കോടതിക്ക് മുമ്പിൽ നിൽക്കുന്നത് യേശുവിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടല്ല, നമ്മുടെ പകരക്കാരനായിട്ടാണ്. എനിക്കും നിനക്കും പകരമായിട്ടാണ്. യേശു അത് ചെയ്തില്ലെങ്കിലും നാം അതെല്ലാം ചെയ്തിട്ടുള്ളതുകൊണ്ട്, നമുക്ക് പകരം ആ കോടതിയിൽ നിന്നതുകൊണ്ട് അവൻ സ്വയം നീതീകരിച്ചില്ല, ന്യായീകരിച്ചില്ല.